എൻകൗണ്ടർ ചർച്ചയുടെ അവസാന ഘട്ടത്തിലാണ് വാർത്ത വന്നത്. എറണാകുളം കാക്കനാട് ടി വി സെന്ററിൽ കസ്റ്റംസ് ക്വാർട്ടേഴ്സിലാണ് കൂട്ടാത്മഹത്യ എന്ന സംശയം. അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണർ മനീഷ് വിജിയുടെ വീട്ടിൽ 2 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. വീടിന്റെ വാതിൽ തുറക്കാൻ പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അവിടെ പോലീസുണ്ട്, അവിടെ നാട്ടുകാരടക്കം അവിടെ തടിച്ചുകൂട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വളരെ സങ്കടകരമായ വാർത്തയാണ്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നു. ശ്യാം, ആ വീടിന്റെ വാതിൽ തുറക്കാനുള്ള ശ്രമങ്ങൾ ഏതുവരെയായി? അപ്പോൾ മാത്രമല്ലേ സംഭവത്തിൽ ഒരു വ്യക്തത ഉണ്ടാവൂ? ശ്യാം. കാശ്മീർ തീർച്ചയായും നിലവിൽ പോലീസ് സംഘം അവിടെ വെയിറ്റ് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫർ എത്തുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഒരു കൂട്ട ആത്മഹത്യ നടന്ന സംഭവ സ്ഥലത്ത് മകത്ത് സീനിൽ അകത്തേക്ക് കയറുന്ന മുമ്പ് നിലവിലുള്ള ആ സ്ഥിതി ഫോട്ടോയിൽ പകർത്തണം എന്നുള്ളതാണ് നിയമം. അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോഗ്രാഫർ എത്തുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ അവിടെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഉടൻ തന്നെ ആ വീടിന്റെ വാതിൽ തുറക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തതായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഇന്ന് വൈകുന്നേരമാണ് നാടിനെ നടുക്കുന്ന ഈ ഒരു വാർത്ത ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത്. അത് കസ്റ്റംസിലെ സഹപ്രവർത്തകർ അവിടെ എത്തി നടത്തിയ പരിശോധനയിലാണ് ആ വീട്ടിൽ നിന്ന് വലിയ രീതിയിലുള്ള ദുർഗന്ധം വരുന്നത് ശ്രദ്ധിക്കുകയും തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തത്. ഉടൻ തന്നെ പോലീസ് സംഘം അവിടെ എത്തി ആ വീടിന് ചുറ്റുമുള്ള പരിശോധനയിലാണ് അടുക്കളയോട് ചേർന്ന ഭാഗത്ത് ഒരു സ്ത്രീ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആ മൃതദേഹത്തിന് കുറച്ച് പഴക്കവും ഉണ്ടായിരുന്നു, അഴുകിയ നിലയിലായിരുന്നു. അതോടുകൂടി പോലീസ് ഇരുട്ട് വീഴുന്ന സമയത്ത് തന്നെ പോലീസ് ആ വീടിന്റെ മറ്റു ഭാഗങ്ങൾ പരിശോധിക്കാൻ ആരംഭിച്ചു. അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി ആ പരിശോധനയിൽ കട്ടിലിനോട് ചേർന്ന മറ്റൊരു മൃതദേഹം കൂടി അവിടെ കണ്ടെത്തുകയും ചെയ്തു. ഇതോടുകൂടിയിട്ടാണ് 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആ വീട്ടിൽ 3 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. മനീഷിന് പുറമെ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരിയും അമ്മയുമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് പക്ഷേ വീട് തുറന്നുള്ള പരിശോധനയിൽ മാത്രമാണ് നമുക്ക് വ്യക്തമാകുക. പോലീസ് അവിടെ പരിശോധിച്ച ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ. നിലവിൽ ആ വീടിന്റെ പുറത്ത് പോലീസ് സംഘം കാത്തു നിൽക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉദ്യോഗസ്ഥൻ ലീവിലായിരുന്നു. ലീവിന് ശേഷവും ഇദ്ദേഹം ഓഫീസിൽ എത്താത്തതിനെ തുടർന്ന് സഹപ്രവർത്തകർ എത്തിയപ്പോഴാണ് ഈ നടുക്കുന്ന ഒരു ദുരന്ത വാർത്ത പുറലോകം അറിയുന്നത്. ഇതോടുകൂടി പ്രദേശവാസികളടക്കം അവിടെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പ്രദേശവാസികളും കൗൺസിലർമാരും അടക്കം ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. നിലവിൽ അവരെല്ലാവരും അവിടെയുണ്ട്. വീട് തുറന്നുള്ള പരിശോധനയിൽ മാത്രമാണ് ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. അവർക്ക് എന്ത് പറ്റി എന്നുള്ളതിൽ ഒരു വ്യക്തത വരികയുള്ളൂ. കാക്കനാട് കസ്റ്റംസിന്റെ ക്വാർട്ടേഴ്സുകളുള്ള ടി വി സെന്ററിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കസ്റ്റംസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ഒരു വീട്ടിലാണ് ഇപ്പോൾ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്.